നമുക്കിപ്പം പരാതിക്കാരനായ അനീഷ് ബാബു ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. അനീഷ് ബാബു, വെരി ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കേരളം ഞെട്ടിയ ഒരു ശബ്ദരേഖ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇ ഡി എങ്ങനെയാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ഇ ഡിയുടെ ഇടനിലക്കാരനായ ഒരാൾ, വിൽസൺ എന്ന് പറയുന്ന ആൾ തന്നെ വിശദീകരിക്കുകയാണ്. അഡ്വാൻസ് തുക 30 ലക്ഷം കൊടുക്കണം എന്നതടക്കം താങ്കളെ എങ്ങനെയാണ് സമർത്ഥമായി വിൽസൺ ഇത് വിശ്വസിപ്പിച്ചത്? ഇ ഡിയുടെ ഏജന്റാണ് എന്ന് അനീഷ് ബാബു വിശ്വസിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് അനീഷ്? ഹലോ ഹലോ സാറേ, അതായത് നമുക്ക് ഈ ഫസ്റ്റില് ഇപ്പം വിളിക്കുന്ന സമയത്ത് നമുക്ക് വെളിയിൽ നിന്ന് ഒരു എന്തെങ്കിലും ഒരു ഫ്രോഡായിട്ട് ആരെങ്കിലും വിളിക്കുകയാണ്, നമ്മൾ ഇതിന്റെ പൈസ തട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റില് എനിക്ക് ഇതിന്റെ അകത്ത് ഇവനകത്ത് അതിന്റെ അകത്ത് ബന്ധമുണ്ട്, ഇവന് ജെന്യുവൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. മീൻസ് ഇതിന്റെ അകത്ത് വെച്ച് തന്നെ ശരിക്കും ഇതൊരു സെറ്റിൽമെന്റ് ആണ് എന്ന് എനിക്ക് മനസ്സിലായത് ഇവൻ തന്നെ ഹിന്റുകളെല്ലാം കറക്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് മെയിൽ വരുന്ന കാര്യങ്ങള്, ഈ സമൻസ് മെയിൽ വരുമെന്ന് പറഞ്ഞു, മെയിൽ വന്നു. കൃത്യമായിട്ട് തന്നെ അവിടുന്ന് ഒരു ഓഫീസർ വിളിക്കുമെന്ന് പറഞ്ഞു. ആ ഓഫീസർ വിളിച്ച് പിന്നെ 14-ാം തീയതി ചെല്ലാനാണ് സമൻസ് വന്നത്. കറക്റ്റ് ഈ 14-ാം തീയതിക്ക് അകത്താണ് പിന്നെ ഞാൻ ഇവനിവിടെ ഉള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം അപ്പോഴത്തേക്ക് എനിക്കൊരു 50-60% ഉറപ്പായി. കാര്യം ഇത്രയും സമൻസും കാര്യങ്ങളും വന്നു, ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും ഉറപ്പായി ഇവൻ അതിൻ്റെ അകത്ത് ബന്ധമുണ്ട് എന്നുള്ളത് ഉറപ്പായി. പിന്നെ ബാക്കി കാര്യങ്ങൾ, പിന്നെ ബാക്കി ഈ 14-ാം തീയതി, അത് 13-ാം തീയതി ഒരു ഇപ്പൊ സാറ് കേൾപ്പിച്ച ഒരു ഓഡിയോ ഉണ്ടല്ലോ, അത് 13-ാം തീയതി സംഭവിക്കുന്നതാണ്. ഈ 13-ാം തീയതി എന്നോട് പറയുന്നുണ്ട് 14-ാം തീയതി തന്നെ പേയ്മെന്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു 14-ാം തീയതി പേയ്മെന്റ് തരാം, അക്കൗണ്ട് നമ്പർ തന്നാൽ മതി എന്ന് പറഞ്ഞ് മാക്സിമം ക്യാഷ് ഞാൻ അക്കൗണ്ടിലാക്കിക്കൊണ്ട് ബാക്കി ക്യാഷ് ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ 14-ാം തീയതി രാവിലെ വന്ന് ഇ ഡിയെ കണ്ടോളാനായിട്ട് പറഞ്ഞിട്ടാണ് എന്നെ ഇ ഡിയുടെ തൊട്ട് ബാക്കിൽ, ഇ ഡി ഓഫീസിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്നു. അവിടെ മീറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ അക്കൗണ്ട് നമ്പർ കിട്ടാനായിട്ട് 11 മണിക്ക് ഞാൻ ഇ ഡിയെ അവിടുത്തെ ഉദ്യോഗസ്ഥരെ കാണാനായിട്ട് അവിടെ നിന്ന് 1:30 ആയിട്ടും പുള്ളിക്കാരന് അക്കൗണ്ട് നമ്പർ കിട്ടുന്നില്ല. അപ്പൊ അത്രയും ഡിലേ ആയി. അപ്പൊ അത്രയും ഡിലേ ആയപ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇനി പോവാത്തതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇനി പോവാത്തതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇതുവരെ നിങ്ങളെ വിളിച്ചില്ലല്ലോ. 14-ാം തീയതി സാധാരണ നിങ്ങൾക്ക് സമൻസ് ഉള്ള ഡേറ്റിൽ നിങ്ങൾ ചെന്നില്ലെങ്കിൽ അവർ വിളിക്കും. സാധാരണ അങ്ങനെയാണ് സാറേ. സമൻസിൽ ഇപ്പം ഇടയ്ക്കുള്ള ഒരു സമൺ ഡേറ്റിൽ ഞാൻ പോയില്ല. അവർ പറയുന്ന ആരോഗ്യമാണ്, ഞാനൊരു സമൺ ഡേറ്റിൽ പോയില്ല. കാരണം ഇത്രയും ലാസ്റ്റ് പോയ ത്രെട്ടനിങ്ങിന്റെ ഇതായിട്ട് പിന്നെ കോർട്ടിലെ പേപ്പർ ഇട്ടിരിക്കുന്നതിന്റെ ഇതായിട്ട് ആ സമയത്ത് നമ്മൾ പോയില്ല. അപ്പൊ അവർ കൃത്യമായിട്ട് എന്നെ വിളിച്ചു, എന്താ വരാത്ത, എന്ത് പറ്റി, എന്ത് കാര്യങ്ങളാണ്. അപ്പൊ എന്നോട് എനിക്കറിയാം, ചെന്നില്ലെങ്കിൽ സമൻസ് ഡേറ്റിൽ ചെന്നില്ലെങ്കിൽ അവർ ഫോളോ അപ്പ് ചെയ്യും, എന്താണ് വരാത്തത്, ഇനി ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ് എന്ന് അവർ പറയും. ഇവൻ പറഞ്ഞതുപോലെ എന്നെ അന്നത്തെ 14-ാം തീയതി വിളിച്ചതേ ഇല്ല. ഈ അക്കൗണ്ട് നമ്പർ കിട്ടാനായിട്ട് ഒരു 3 മണിക്കൂർ ചെക്ക് ചെയ്തു. ഇത് അക്കൗണ്ട് ഏതെങ്കിലും പ്രശ്നമുണ്ടോ, ആരെങ്കിലും ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ, ഇതിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ, ഇൻസ്ട്രക്ഷൻ ഉണ്ടോ ഇത് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇതിന്റെ അകത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചെക്ക് ചെയ്തിട്ടാണ് 1:30 ആയപ്പോഴാണ് എനിക്ക് അക്കൗണ്ട് നമ്പർ തന്നത്. അപ്പോഴത്തേക്ക് സമയം പോയി. എന്നോട് അവൻ പറയുന്നുണ്ട്, ഇനി ഇപ്പം പ്രശ്നമൊന്നുമില്ല, ഇനി പോണ്ട, എന്തായാലും അക്കൗണ്ടിൽ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് തന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് കൺഫേം ആയി. കാരണം ഇതൊക്കെ ഈ സമയത്തൊക്കെ വിജിലൻസിന്റെ അവരുടെ ഒരു, അതായത് വിൽസൺ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായി അതുപോലെ ഇ ഡി ഓഫീസിൽ നിന്ന് നടക്കുന്നു. മെയിൽ വരുന്നു, ഉദ്യോഗസ്ഥരെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു, അത് നടക്കുന്നു. താങ്കളെ വിളിക്കില്ല എന്ന് പറയുന്നു, വിളിക്കാതിരിക്കുന്നു. അപ്പൊ ഇത് അതേപടിയാണ് നടക്കുന്നത് അല്ലെ? സമൻസ് വരുമെന്ന് പറയുന്നു, സമൻസ് വരുന്നു. അതെ സാർ, കറക്റ്റ് അതുപോലെയാണ്. പിന്നെ നമ്മൾ ഇതിപ്പോ ഈ കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ വിജിലൻസ് SP സാറിനോട്, ശശിധരൻ സാറിനോട് ചോദിക്കുന്നു, സാറേ ഇതിപ്പോ എനിക്ക് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ കേസുള്ളതാണെന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതാണെന്നും എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് എന്റെ കംപ്ലൈന്റിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടാണ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നത്. അപ്പോഴും ഞാൻ പറയും, സാറേ ഇതുപോലെ നമ്മൾ വെറുതെ ഇരിക്കുന്ന എന്നെ നമ്മൾ ഈ കംപ്ലൈന്റ് കൊടുത്തു കഴിയുമ്പോൾ 100,000 കാര്യങ്ങൾ വരും. അപ്പോഴും എന്നോട് SP സാർ ഒരു വാക്ക് തന്നെ, ആരൊക്കെ മാറിയാലും അനീഷ് ഇതിന്റെ അവസാനം സത്യം കണ്ടിട്ടേ മാറൂ എന്ന് ഉള്ളത് വിജിലൻസ് SP എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഒറ്റ വാക്കിലാണ് ഇനി എന്ത് സംഭവിച്ചാലും ഇതിനുമായിട്ട് മുമ്പോട്ട് പോകുമെന്നും പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയത്. പക്ഷെ ഇന്നലെ ഈ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് പെട്ടെന്ന് ബെയില് കിട്ടിയത് കണ്ടപ്പോഴത്തേന് നമ്മൾ സത്യം പറഞ്ഞാൽ ശരിക്കും പാനിക് ആയിപ്പോയി. ഇത് സാധാരണ ഒരു ക്യാമറ, ഒരു പൊതുമുതലെ നശിപ്പിച്ചൊരു ക്യാമറ എറിഞ്ഞ് പൊട്ടിച്ചവൻ പോലും 60 ദിവസം റിമാൻഡിൽ കിടക്കുന്ന ഈ സമയത്ത് ഇത്രയും വലിയൊരു ഓർഗനൈസേഷനിൽ ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ ഇവർ വിജിലൻസുകാർ കണ്ടുപിടിച്ചിട്ട് പോലും അവരെ ഒരു 10 ദിവസം, ഞാൻ ഈ കാര്യമായിട്ട് സാറെ ബന്ധപ്പെട്ട് 12 ദിവസമായിട്ട് ഞാൻ എറണാകുളത്തായിരുന്നു. ഞാൻ ഇന്നലെയാണ് തിരിച്ച് തൂത്തുക്കുടിയിൽ എത്തുന്നത്. ഈ തൂത്തുക്കുടിയിൽ എത്തുന്നതിന് മുമ്പ്, ഞാൻ ഈ കംപ്ലൈന്റ് കൊടുത്ത ആള് വീട്ടിൽ എത്തുന്നതിന് മുമ്പേ ഇവർക്കെല്ലാം ജാമ്യം കിട്ടി വീട്ടിലെത്തി. അത് ആലോചിച്ചപ്പോഴത്തേക്ക് എന്താണ്, എങ്ങോട്ടാണ് പോക്കുന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ
പിന്നെ വിജിലൻസിന്റെ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു സംശയങ്ങളുമില്ല. അവര് കൃത്യമായിട്ടുള്ള വിജിലൻസ് അവരുടെ ഈ കൺവിക്ഷൻ അനീഷ്, എന്റെ ഒരു സംശയം, ഈ വിൽസന് പൈസ ഒന്നും അനീഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെയും? ചെയ്തു സാറേ. 50,000 റുപ്പീസ് അക്കൗണ്ടിൽ ഇവര് പറഞ്ഞ ഒരു അക്കൗണ്ടിലോട്ട്, ആ അക്കൗണ്ടിൽ, അതായത് വൈകി വന്ന ആ അക്കൗണ്ടിലേക്ക് 50,000 ഇട്ടിട്ടുണ്ട് അല്ലേ? അതെ അതെ, അതൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടതാണ്. കൺഫർമേഷന് വേണ്ടിയിട്ട് അത് അവർ ഓക്കെ പറഞ്ഞു. എന്നിട്ട് അവർ അത് പറഞ്ഞു എന്റെ വൈഫിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ പേയ്മെന്റ് അയച്ചത്. അപ്പൊ SB അക്കൗണ്ടിൽ നിന്ന് ആ പേയ്മെന്റ് അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറെ അക്കൗണ്ട്. ഇത് വ്യാപകമായി ഒരു വലിയ റാക്കറ്റാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജിലൻസ് അങ്ങനെയാണ് ഇത് സംശയിക്കുന്നതും. ഈ വിൽസൺ അനീഷിനെ വിശ്വസിപ്പിച്ചതിന് ശേഷം ഈ 30 ലക്ഷം രൂപ കൊടുത്ത് എങ്ങനെയാണ് ഈ പണമിടപാട് നടത്തേണ്ടതെന്നാണ് വിൽസൺ പറയുന്നത്. ആദ്യം 30 ലക്ഷം രൂപ, പിന്നീട് അടുത്ത ഘട്ടം എങ്ങനെ, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? അതിനെപ്പറ്റി സാർ ഇപ്പൊ ഈ ഓഡിയോ കേൾപ്പിച്ചതിന്റെ ബാക്കി കുറച്ച് സംഭാഷണങ്ങളുണ്ട്. അതായത് എന്നോട് പിന്നെ ചോദിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് എമൗണ്ട് 2 കോടി രൂപ സെറ്റിൽ ചെയ്യുക. സെറ്റിൽ ചെയ്താൽ പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ വരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റ പേപ്പർ തന്നെ പിന്നെ വരേണ്ട ആവശ്യമില്ല. 2 കോടി രൂപ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് പറയുന്നു. പിന്നെ ഈ 30 ലക്ഷം രൂപ ഈ ചിത്രത്തിൽ അങ്ങ് മാറുകയാണ്. പിന്നെ 50 ലക്ഷം വെച്ചിട്ട് 4 വട്ടമായിട്ട് അയക്കാനായിട്ട് പറയുക. ഫസ്റ്റ് 50 അയക്കുക, പിന്നെ വിത്തിൻ 2 ഡേയ്സ് ബാക്കി 1.5 കോടി രൂപ 50 വെച്ച് അയക്കാനായിട്ട് പറഞ്ഞങ്ങ് മാറുക. അത് എന്നോടൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇത് വിദേശത്ത് എവിടെങ്കിലും വെളിയിൽ എവിടെങ്കിലും ഫണ്ട് തരാൻ പറ്റുമോ? ഈ ഫണ്ട് അവിടെ എത്തുന്ന ഫണ്ടിന് കേരളത്തിൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് വീതം വയ്ക്കുന്നത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ ഈ വിൽസൺ? അതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ ഈ വിൽസന് 5% ആണെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് എന്തായാലും എത്ര ആണെങ്കിലും 5% എന്റെ കമ്മീഷനാണെന്ന് അവൻ പറയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഷെയർ ഒന്നും പുള്ളി 2 കോടി കൊടുത്താൽ 10 ലക്ഷം വിൽസന്. അതെ 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 അതെ. ഓക്കെ, എന്തായാലും താങ്ക് യു അനീഷ് ബാബു. ആ വീഡിയോ, ഈ ശബ്ദരേഖ യഥാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുന്നതാണ്, ഒരുപാട് സംശയങ്ങൾ ഉയരുന്നതാണ്. എന്തായാലും വിജിലൻസ് അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ അനീഷ് ബാബു. തീർച്ചയായിട്ടും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന ഘട്ടത്തിൽ അനീഷിൽ നിന്നെടുക്കാം. എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ശരണുമായി ബന്ധപ്പെട്ടാൽ മതി. താങ്ക് യു അനീഷ് ബാബു. താങ്ക് യു. ശരൺ ഉണ്ട് നമുക്കപ്പം. ശരൺ, കാര്യങ്ങളൊക്കെ അനീഷ് ബാബുവും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതിലൊരു സംശയം ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്, ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി, അതാണ് അനീഷ് ബാബുവിനും സംശയമുള്ളത്. പക്ഷേ തെളിവുകൾ വളരെ ശക്തമാണെന്ന് തന്നെയാണോ വിജിലൻസിന്റെ കണക്കുകൂട്ടൽ? അരുൺകുമാർ, വിജിലൻസ് പറയുന്നത് നിലവിൽ ഈ 2, 3, 4 പ്രതികളായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ കഴിഞ്ഞ 5 ദിവസം ചോദ്യം ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി ജാമ്യം ലഭിച്ചാൽ പോലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് വിജിലൻസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനപ്പുറമുള്ള പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇപ്പം നിലവിൽ ജാമ്യം കിട്ടിയ ആളുകൾ പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഇ ഡി ബന്ധം സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള വിജിലൻസിന്റെ നീക്കത്തെ ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തുമോ എന്നുള്ളത് മാത്രമാണ്. അതായത് 1ാം പ്രതിയായിട്ടുള്ള ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ധൃതിപ്പെട്ട് അത്തരത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് വിജിലൻസ് എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം വേഗത്തിൽ അങ്ങനെ കസ്റ്റഡിയിലെടുത്ത്, തെളിവുകളില്ലാതെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിവാദത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പ്രതികളുടെ വീടുകൾ, ഓഫീസുകളും ഒക്കെ തന്നെ റെയ്ഡ് നടത്തിയിരുന്നത്. അങ്ങനെ റെയ്ഡ് നടത്തിയപ്പോഴാണ് ED സമൻസ് അയച്ച വിവരങ്ങൾ അടങ്ങിയ ഒരു ഡയറി ഇതിൽ 4ാം പ്രതിയായ രഞ്ജിത്ത് വാര്യർ, അതായത് ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ടുള്ള രഞ്ജിത്ത് വാര്യരുടെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. ഇത് വിശദമായി തന്നെ വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ ഇവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പ്രതികളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ FSL റിപ്പോർട്ട് ഇപ്പോൾ വിജിലൻസിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇവരുടെ സംഭാഷണം അടക്കം, അതായത് വാട്സപ്പ് ചാറ്റുകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ, EDയുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരമാവധി തെളിവുകളായി വച്ചുകൊണ്ട് ശേഖർ കുമാറിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് വിജിലൻസ് എത്തിയിരിക്കുന്നത്. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളോട് പ്രതികരിച്ചത് അനീഷ് ബാബുവാണ്. പ്രേക്ഷകർ കേട്ടത് വിൽസനും അനീഷ് ബാബുവും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ്, ശബ്ദരേഖയാണ് കേട്ടത്. EDയുടെ കേസിൽ എങ്ങനെയാണ് ഇടനിലക്കാർ ഇടപെടുന്നത് എന്ന് ഇടനിലക്കാരനെന്ന് അവകാശപ്പെടുന്ന വിൽസൺ വിശദീകരിക്കുന്നതിന് ഞെട്ടിക്കുന്ന ശബ്ദരേഖയാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. പ്രിയപ്പെട്ട